പോസ്റ്റ് വാർഡൻ, ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ എന്നിവരുടെ തിരഞ്ഞെടുപ്പും നടന്നു. കോങ്ങാട് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ NK ഷാജി ഉദ്ഘാടനം ചെയ്തു. കോങ്ങാട് അഗ്നിശമന സേനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെ പരിശീലനവും പോസ്റ്റ് വാർഡൻ, ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ എന്നിവരുടെ തെരഞ്ഞെടുപ്പുമാണ് നടന്നത്. കോങ്ങാട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിൽ നടന്ന പരിപാടി സ്റ്റേഷൻ ഓഫീസർ NK ഷാജി ഉദ്ഘാടനം ചെയ്തു. നിവാരണ പ്രവർത്തനങ്ങളിലും മറ്റു രക്ഷാപ്രവർത്തനങ്ങളിലും വളണ്ടിയർമാരുടെ ഏകോപനം ഉറപ്പുവരുത്തുന്നതിനായി മേഖലാതലത്തിൽ ഒരു റീജിയണൽ ചീഫ് വാർഡൻ, ഡെപ്യൂട്ടി വാർഡൻ, ജില്ലാതലത്തിൽ ഡെപ്യൂട്ടി വാർഡൻ, ഡെപ്യൂട്ടി ഡിവിഷണൽ വാർഡൻ, നിലയത്തിൽ ഒരു പോസ്റ്റ് വാർഡൻ, ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ എന്നിവരെ തിരഞ്ഞെടുക്കുന്നതിനും അവരുടെ ചുമതലകളും കർത്തവ്യങ്ങളും നിർവചിച്ചും സർക്കുലർ പ്രകാരം ഉത്തരവായിട്ടുണ്ട്. ഇപ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന വാർഡന്മാരുടെ കാലാവധി ഈ ഓഫീസിലെ ഉത്തരവ് നമ്പർ പ്രകാരം 2 വർഷമായിരിക്കും. ഈ കാലയളവിൽ ഇവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പ്രവൃത്തികളോ മറ്റു തരത്തിലുള്ള അച്ചടക്ക ലംഘനങ്ങളോ നിയമലംഘനങ്ങളോ ഉണ്ടാകുന്ന പക്ഷം ഇവരെ മാറ്റി പകരം വാർഡന്മാരെ നിയമിക്കുന്നതിനും അല്ലാത്ത പക്ഷം നിശ്ചിത കാലാവധിക്ക് ശേഷം ഇവരുടെ കാലാവധി നീട്ടി നൽകുന്നതിനോ പുതിയ വാർഡന്മാരെ നിയമിക്കുന്നതിനുള്ള അധികാരം റീജിയണൽ ഫയർ ഓഫീസർമാരിൽ നിക്ഷിപ്തമായിരിക്കുമെന്ന് കാണിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. ഇപ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന വാർഡന്മാർ മറ്റ് വോളണ്ടിയർമാർക്കും പൊതുസമൂഹത്തിനും മാതൃകയാകേണ്ടതും സന്നദ്ധ സേവനത്തിന്റെ മഹത്വം ഉയർത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുമാകുന്നു. ആയതിനാൽ വാർഡന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴും വാർഡന്മാരായി പ്രവർത്തിക്കുന്ന സമയത്തും ചുവടെ ചേർക്കും പ്രകാരമുള്ള പൊതുനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. N അനിൽകുമാർ, ധന്യ മൈലമ്പുള്ളി എന്നിവർ സംസാരിച്ചു. കോങ്ങാട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിന്റെ കീഴിൽ 75ഓളം സിവിൽ ഡിഫൻസ് അംഗങ്ങളാണ് ഉള്ളത്. സ്റ്റേഷൻ പരിധിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് പരിശീലനം നൽകി സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി തയ്യാറാക്കുക എന്നതാണ് ലക്ഷ്യം. പുതിയ പോസ്റ്റ് വാർഡനായി വിശാഖ് കൃഷ്ണദാസിനെയും ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ മോളി ജോസഫിനെയും തെരഞ്ഞെടുത്തു.